മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. യേശു മലയിൽ നിന്ന് ഇറങ്ങിവന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തുവന്ന് താണുവണങ്ങി പറഞ്ഞു, കർത്താവേ, അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, എനിക്കു മനസ്സുണ്ട്, നിനക്കു ശുദ്ധി വരട്ടെ. തൽക്ഷണം കുഷ്ഠം മാറി അവനു ശുദ്ധി വന്നു. യേശു അവനോടു പറഞ്ഞു, നീ ഇതാരോടും പറയരുത്. പോയി നിന്നെത്തന്നെ പുരോഹിതനു കാണിച്ചുകൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിന്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപന് അവന്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എന്റെ ഭൃത്യന് തളവാതം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടില് കിടക്കുന്നു. യേശു അവനോടു പറഞ്ഞു, ഞാന് വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപന് പ്രതിവചിച്ചു, കർത്താവേ, നീ എന്റെ ഭവനത്തില് പ്രവേശിക്കാന് ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് ഉച്ചരിച്ചാല് മാത്രം മതി, എന്റെ ഭൃത്യന് സുഖപ്പെടും. ഞാനും അധികാരത്തിനു കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോടു പോകുക എന്നു പറയുമ്പോൾ അവന് പോകുന്നു. അപരനോടു വരുക എന്നു പറയുമ്പോൾ അവന് വരുന്നു. എന്റെ ദാസനോട് ഇതു ചെയ്യുക എന്നു പറയുമ്പോൾ അവന് അതു ചെയ്യുന്നു. യേശു ഇതുകേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോടു പറഞ്ഞു, സത്യമായി ഞാന് നിങ്ങളോടു പറയുന്നു, ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലില് ഒരുവനിൽ പോലും ഞാന് കണ്ടിട്ടില്ല. വീണ്ടും ഞാന് നിങ്ങളോടു പറയുന്നു, കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും നിരവധിയാളുകള് വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തില് വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അനഗാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോടു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്കു ഭവിക്കട്ടെ. ആ സമയത്തുതന്നെ ഭൃത്യന് സുഖം പ്രാപിച്ചു. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നതു കണ്ടു. അവന് അവളുടെ കൈയിൽ സ്പർശിച്ചു, പനി അവളെ വിട്ടുമാറി. അവള് എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവര് അവന്റെ അടുത്തു കൊണ്ടുവന്നു. അവന് അശുദ്ധാത്മാക്കളെ വചനം കൊണ്ടു പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവന് നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങള് വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. തന്റെ ചുറ്റും പുരുഷാരം കൂടുന്നതു കണ്ടപ്പോൾ മറുകരയ്ക്കു പോകാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജന് അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരോ, നീ പോകുന്നിടത്തെല്ലാം ഞാന് നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്കു മാളങ്ങളും ആകാശപ്പറവകൾക്കു കൂടുകളുമുണ്ട്, എന്നാല് മനുഷ്യപുത്രനു തലചാക്കാന് ഇടമില്ല. ശിഷ്യന്മാരില് മറ്റൊരുവന് അവനോടു പറഞ്ഞു, കർത്താവേ, പോയി എന്റെ പിതാവിനെ സംസ്കരിച്ചിട്ടു വരാന് എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവര് തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. യേശു തോണിയില് കയറിയപ്പോൾ ശിഷ്യന്മാര് അവനെ അനുഗമിച്ചു. കടലില് ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്കവിധം തിരമാലകള് ഉയർന്നു. അവന് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാര് അടുത്തുചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങള് ഇതാ നശിക്കുന്നു. അവന് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങളെന്തിനു ഭയപ്പെടുന്നു? അവന് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, വലിയ ശാന്തതയുണ്ടായി. അവര് ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. യേശു മറുകരെ ഗരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലറകളിൽ നിന്ന് ഇറങ്ങിവന്ന 2 പിശാചുബാധിതര് അവനെ കണ്ടുമുട്ടി. ആർക്കും ആ വഴി സഞ്ചരിക്കാന് സാധിക്കാത്തവിധം അവര് അപകടകാരികളായിരുന്നു. അവര് അട്ടഹസിച്ചു പറഞ്ഞു, ദൈവപുത്ര, നീ എന്തിൻ ഞങ്ങളുടെ കാര്യത്തില് ഇടപെടുന്നു? സമയത്തിനു മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാന് നീ ഇവിടെ വന്നിരിക്കുകയാണോ? അവരില് നിന്ന് അല്പം അകലെ വലിയൊരു പന്നിക്കൂട്ടം മേയുന്നുണ്ടായിരുന്നു. പിശാചുക്കള് അവനോട് അപേക്ഷിച്ചു, നീ ഞങ്ങളെ പുറത്താക്കുന്നെങ്കില് ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ. അവന് പറഞ്ഞു, പൊയ്ക്കൊള്ളുവിന്. അവ പുറത്തുവന്നു പന്നികളില് പ്രവേശിച്ചു. പന്നിക്കൂട്ടം മുഴുവന് കിഴുക്കാംതൂക്കായ നിരത്തിലൂടെ പാഞ്ഞുചെന്ന് കടലില് മുങ്ങിച്ചെത്തു.
പന്നിമേയ്ക്കുന്നവര് ഭയപ്പെട്ടോടി പട്ടണത്തിലെത്തി എല്ലാ കാര്യങ്ങളും പിശാചുബാധിതർക്ക് സംഭവിച്ചതും അറിയിച്ചു. അപ്പോൾ പട്ടണം മുഴുവന് യേശുവിനെ കാണാന് പുറപ്പെട്ടുവന്നു. അവര് അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർത്തി വിട്ടുപോകണമെന്ന് അപേക്ഷിച്ചു.